മലയാളികൾക്ക് ഇപ്പോൾ പ്രിയപ്പെട്ട ഭക്ഷണമായിരിക്കുന്നു പൊറോട്ട. പൊറോട്ട ഒരുപാട് ടൈപ്പ് പൊറോട്ടയുണ്ട്. ആളുകളുടെ ഇഷ്ട വകഭേദങ്ങളിലൊന്നാണ് മലബാർ പൊറോട്ട. മലബാർ പൊറോട്ടയുടെ GST 18% ആക്കണമെന്നുള്ള അപ്പലേറ്റ് അതോറിറ്റിയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കോടതി ഉത്തരവ് പൊറോട്ട പ്രേമികൾ ആവേശത്തോടെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പൊറോട്ട വിപ്ലവത്തിന് തന്നെ ഇത് ചിലപ്പോൾ തുടക്കം കുറിച്ചു എന്ന് വരും. നല്ല പൊരിച്ച കോഴിയും കുറച്ച് ബീഫും ഇച്ചിരി ചമ്മന്തിയും സവാളയും സാമ്പാറും ഒക്കെ ചേർത്ത് ഒന്ന് പിടിപിടിച്ച മലയാളികൾക്ക് ഒരു നേരം കുശാലാണ്. അതാണ് നമ്മുടെ പൊറോട്ട. ഈ പൊറോട്ട കഥ അങ്ങ് എത്തിയിരിക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ. എന്താണെന്നല്ലേ നോക്കാം. കേരള സ്റ്റേറ്റ് ഫോർ അഡ്വാൻസ് റൂളിംഗ്, അപ്പലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് എന്നിവർ സംയുക്തമായി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. മലബാർ പൊറോട്ടയ്ക്ക് 18% GST. അതിലാണിപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. അത്രയൊന്നും GST വേണ്ട, നമ്മുടെ പൊറോട്ടയ്ക്ക് അത് GST 5% കുറച്ചു. പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് മലയാളികൾക്ക്. അപ്പോൾ ഈ വിധിയിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു വിധി വന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം പൊറോട്ട എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ദേശീയ ഭക്ഷണമാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണല്ലോ പൊറോട്ട. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൊറോട്ടയാണ് ചിലവാകുന്നത്. ചൂടോടെ കിട്ടണം ജനങ്ങൾക്ക് പൊറോട്ട. തമിഴകത്ത് നിന്നും വന്ന പുറമാട്ടയാണ് പിന്നീട് കേരളത്തിന് പൊറോട്ടയായി മാറിയത്. അന്നു മുതൽ പതിറ്റാണ്ടുകളായി മലയാളികളുടെ അന്തസ്സാണ് പൊറോട്ട. കുറേയധികം പൊറോട്ട ആവേശകർക്കൊപ്പം ക്യാമറാമാൻ അരുൺ നീണ്ടൂരിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി.